നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവാണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ പാലക്കാട് ടു ചെന്നൈ ഒരു ട്രെയിൻ ജേണിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. പാലക്കാട് രണ്ട് റെയിൽവേ സ്റ്റേഷൻസാണുള്ളത്. ഒന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, ഒന്ന് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഈ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒലവക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതുപോലെ പാലക്കാട് ടൗൺ പ്രോപ്പർ പാലക്കാട് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനൽ പോലെ തോന്നിപ്പിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ലാസ്റ്റായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അത് കുറച്ച് കാലം മുന്നേ വരെ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസർവേഷൻ കൗണ്ടറൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരെ കയറി വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1 നമുക്ക് പോകാനുള്ള ട്രെയിനാണ് കിടക്കുന്നത്. 22652 ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതാണ് നമ്മുടെ ലോക്കോ വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. നമുക്ക് നേരെ സീറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് S1 42 ആണ് നമ്പർ. അപ്പോൾ വലതുകാലം എടുത്ത് വെച്ച് ട്രെയിനിലേക്ക് കയറാം. ഞാനാണ് ഈ ട്രെയിനിൽ ആദ്യമായിട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിലൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന 42 ആണ് നമ്മുടെ ബർത്ത്, മിഡിൽ ബർത്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാഗൊക്കെ ഇവിടെ വെച്ച് സെറ്റിലാവാം. ട്രെയിനിനി പോകാൻ ഇനിയും ടൈമുണ്ട്, ഒരു അരമണിക്കൂറോളം ഉണ്ട്. 4:10 ട്രെയിൻ ടൈം. അപ്പോൾ നമുക്ക് അതുവരെ ഇതിന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ കൃത്യം 4:10 തന്നെ ട്രെയിൻ മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ടൗൺ ആണ്. ഈ പാലക്കാട് ജംഗ്ഷൻ അങ്ങനെ അധികം ഒരുപാട് ആളുകളൊന്നും കയറിയിട്ടുണ്ടായില്ല. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ടാണ്. ഇത് പാലക്കാട് ടൗൺ വഴി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒരുവിധ ആളുകൾ അവിടെ നിന്നായിരിക്കും കയറുക. ഇവിടെ സ്റ്റേഷൻ്റെ ലാസ്റ്റിലായിട്ട് പാലക്കാട് ജംഗ്ഷൻ എഴുതിയിട്ടുള്ള നല്ലൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് ഈ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലും ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ മെയിനായിട്ട് കാറുകളാണ് പാർക്ക് ചെയ്യുക. ഈ സൈഡിൽ കാറും ബൈക്കും പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്പീഡൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിന് സ്പീഡ് എടുക്കാനുള്ളൊരു ടൈമിങ് കിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ട്രെയിൻ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള പാലക്കാട് ടൗണിലെത്തിയിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് ജംഗ്ഷനിൽ കയറിയ ആളുകൾ പോലെയല്ല, ഇവിടുന്ന് അത്യാവശ്യം നല്ല റഷ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴനി വഴിക്ക് പോകുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പഴനിക്ക് ഒരുപാട് പേര് ഇവിടുന്ന് കയറാനുണ്ടാവും. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇത്രയും ആളുകളുണ്ടെങ്കിൽ കൂടി തന്നെ ഇതൊന്നും സ്ലീപ്പറിലേക്കുള്ള ആളുകളായിരിക്കില്ല. മാക്സിമം ആളുകളും ജനറലിലേക്ക് ആയിരിക്കും. കാരണം ഇവിടുന്ന് പഴനിക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ജനറലായിരിക്കും കയറാൻ ചാൻസ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു വീക്ക് ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീക്ക് ഡേയിലാണ് ഈ ഒരു തിരക്ക്. അപ്പോൾ പിന്നെ വീക്കെൻഡിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും തിരക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ പഴനി വഴി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ഈ ട്രെയിൻ പഴനി എത്തുന്നത് ഏകദേശം ഒരു 6:15 കൂടിയാണ്. അപ്പോൾ ആളുകൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയൊരു ടൈം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് പഴനി വരെ ഇതിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ട്രെയിന് പാലക്കാട് ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി ഏകദേശം ഒരു 5:15 കൂടിയൊക്കെയാണ് ഈ ട്രെയിൻ എത്തുന്നത്. ശരിക്കും നമുക്ക് പൊള്ളാച്ചി എത്തുന്നതിൻ്റെ മുന്നേ ഒരു 6 സ്റ്റേഷൻസ് ഇത് കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും നമുക്ക് സ്റ്റോപ്പില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിപ്പോൾ കാണുന്ന പാലക്കാട് ടൗണിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ. കല്യാൺ സിൽക്സും മുനിസിപ്പൽ സ്റ്റാൻഡും ഒക്കെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജാണ് ആ ദൂരെയായിട്ട് കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതുനഗരം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല. ഈ ബോഗിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരാളിത് കയറിയിട്ടില്ല. ഈ സൈഡിൽ നിന്നല്ല, ബോഗിയിൽ മൊത്തത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കൊരു ചെന്നൈ യാത്രയാണ് ഈ വീഡിയോ. ഇതിന് എവിടുന്ന കയറാറില്ല. പൊള്ളാച്ചിയാണ് ഈ അടുത്ത സ്റ്റോപ്പുള്ളത്. അവിടെ നിന്ന് ചിലപ്പോൾ ആളുകൾ കയറുന്നുണ്ടാവുമായിരിക്കും. കാരണം ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഈ ട്രെയിൻ ഫുള്ളാണ്. പിന്നെ തത്കാലം എനിക്ക് ടിക്കറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കയറും. പക്ഷെ അത് എവിടെ നിന്നാണെന്നല്ല, ചിലപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് ഫുള്ളാവുമായിരിക്കും. അപ്പോൾ ഇനി പഴനി അങ്ങനെ ഒരുപാട്
ഉടുമൽപേട്ട ഉണ്ടോ അറിയില്ല. പിന്നെ ദിണ്ടിഗല്ലുണ്ട്. സേലം എന്നൊക്കെ എത്തുമ്പോഴേക്ക് എന്തായാലും ഫുള്ളാവും. ഇല്ലേ, ഈ ഒരു ബോഗി മൊത്തം ഫ്രീ ആണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതലമട സ്റ്റേഷനാണ്. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും മുതലമട സ്റ്റേഷനെ കുറിച്ചിട്ട്. കാരണം ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ്. മഴക്കാലത്തൊക്കെ ഈ സ്റ്റേഷൻ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ഭംഗിയൊന്നും അങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനാക്ഷിപുരം സ്റ്റേഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പൊള്ളാച്ചിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് പൊള്ളാച്ചിയാണ് വരുന്നത്. ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമേ ഇത് കേരളത്തിലൂടെ ഓടുന്നുള്ളൂ. പൊള്ളാച്ചി എത്തുന്നതോടുകൂടി തമിഴ്നാട്ടിലോട്ട് കയറും. പിന്നെ ഫുള്ള് തമിഴ്നാട്ടിലൂടെ തന്നെയാണ് ഓടുന്നത്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആനമലൈ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി നമുക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പൊള്ളാച്ചി സ്റ്റേഷനിലെത്തി കേട്ടോ. ട്രെയിൻ ഇപ്പോൾ പൊള്ളാച്ചി സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ പാലക്കാട് ടൗണിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പാലക്കാട് ടൗണിലെ പോലെയല്ല, അവിടത്തെക്കാട്ടിലും തിരക്ക് ഇവിടെ ഉണ്ട്. അതിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടിൽ നിന്ന് കയറിയ ഭൂരിഭാഗം ആളുകളും പഴനിക്കുള്ള ആളുകളായിരിക്കും. പക്ഷെ ഇവിടുന്ന് അങ്ങനെയല്ല. ഇവിടുന്ന് പല പല സ്ഥലത്തേക്കുള്ള ആളുകളുണ്ടാവും. ചെന്നൈയിലേക്ക് ഉണ്ടാവും, സേലത്തേക്ക് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കുള്ള ആളുകൾ ഇവിടുന്ന് കയറും. അപ്പോൾ അതുകൊണ്ടാണ് പാലക്കാടിനേക്കാൾ കൂടുതലിവിടെ തിരക്കുള്ളത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ പൊള്ളാച്ചി സ്റ്റേഷനിൽ നിന്ന് എടുത്തു കേട്ടോ. അപ്പം ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഉടുമൽപേട്ടയാണ്. ഉടുമൽപേട്ട ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ റണ്ണിങ്ങേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ആകെ ഒരൊറ്റ സ്റ്റേഷനേ വരുന്നുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് സ്റ്റോപ്പില്ല. പൊള്ളാച്ചി ജംഗ്ഷൻ. ഈ പൊള്ളാച്ചി സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാറ്റാടി പാടങ്ങൾ. കണ്ണെത്താത്ത ദൂരം പരന്ന് കിടക്കുന്ന കാറ്റാടി നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിനിടയിൽ കൂടെയാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള ഉടുമൽപേട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ആളുകളെ കാണാനുണ്ട്, അത്യാവശ്യം ആളുകൾ കയറാനുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആളുകൾ ഇവിടുന്നും കയറാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പഴനിയാണ്. അപ്പോൾ അവിടുന്ന് ഒരുവിധം ആളുകളൊക്കെ അവിടെ ഇറങ്ങും. അതുപോലെ തന്നെ അവിടുന്ന് കയറാനും ആളുകളുണ്ടാവും. കാരണം പഴനി പോയിട്ട് വരുന്നവരും അതുപോലെ തന്നെ ചെന്നൈക്ക് പോകുന്നവരും ഒരുപാട് പേര് അവിടുന്ന് കയറാനായിട്ടുണ്ടാവും. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:50 അപ്പോൾ വെളിച്ചങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്.
പിന്നെ എത്ര സമയം വെളിച്ചം ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വെളിച്ചം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പോൾ മാക്സിമം നമുക്ക് വെളിച്ചമുള്ള അത്രയും വീഡിയോസ് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പഴനി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുണ്ടോ, നമുക്ക് ഇപ്പോൾ പഴനി അമ്പലമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നതാണ് പഴനി. അപ്പോൾ ഇതാ പഴനി സ്റ്റേഷനെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് പോകുന്നവരൊക്കെ കൂടുതലായിട്ട് പഴനി അമ്പലത്തിൽ പോയി തിരിച്ചു പോകുന്നവരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ആളുകളും കൂടി കയറി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ബോഗിയെല്ലാം ഫുള്ളാവുമെന്നാണ് തോന്നുന്നത്. കാരണം അതിന് മാത്രം തിരക്ക് കാണാനുണ്ട്. ട്രെയിൻ അങ്ങനെ പഴനി സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പഴനി സ്റ്റേഷനിലെത്തിയപ്പോൾ ഏകദേശം നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്ന 70% ആൾക്കാർ അവിടെ ഇറങ്ങിപ്പോയി. പക്ഷെ അതേപോലെ തന്നെ അത്രയും ആൾക്കാർ അകത്തേക്ക് കയറും ചെയ്തു. ഇത് കണ്ടില്ല, എല്ലാ സീറ്റിലും ആളുകൾ ഫുള്ളായി. അപ്പോൾ ട്രെയിൻ ഏകദേശം ഫുള്ളായി എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഒട്ടൻചത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ട്രെയിനിൽ കയറിയതിന് ശേഷം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ പൊള്ളാച്ചി എത്തുന്നത് വരെയുള്ളൂ ഒത്തിരി തിരക്ക് കുറവ്. അതിന് ശേഷമുള്ള എല്ലാ സ്റ്റേഷനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകൾ കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള ദിണ്ടുഗൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നല്ലൊരു സ്റ്റേഷൻ വരുന്നത് ദിണ്ടുഗൽ ജംഗ്ഷനാണ്. ഈ ഒരു സ്റ്റേഷനിൽ എത്തേണ്ട ടൈം എന്ന് പറയുന്നത് 7:40 ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരു 8:15 അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻജിൻ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്നത് സേലമാണ്. സേലത്ത് നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം സമയമെടുക്കും. സേലം ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ സേലത്തെത്തി. ദിണ്ടിഗലിലെ ട്രെയിൻ കുറച്ച് ലേറ്റായെങ്കിലും സേലത്ത് കറക്റ്റ് ടൈമിനെത്തി. സേലം ടൈമിങ് 10:40 നമ്മൾ 10:42 സമയം നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ ഏകദേശം കറക്റ്റ് ടൈമിന് തന്നെ സേലത്തെത്തിയിട്ടുണ്ട്. സേലത്ത് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് വേണം പോകാൻ. സേലത്ത് ട്രെയിൻ കറക്റ്റ് ടൈമിന് എത്തിയെങ്കിലും അവിടുന്ന് എടുക്കാൻ ഒരുപാട് ലേറ്റായി. ഏകദേശം 11 മണിയോടടുത്താണ് ട്രെയിൻ അവിടുന്ന് എടുത്തത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് നേരെ കയറി കിടന്ന് നല്ലൊരു ഉറക്കമുറങ്ങി. ഇപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഒരു 4:10 ആയപ്പോൾ ചെന്നൈ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ സ്റ്റോപ്പായിട്ടുണ്ട്. ട്രെയിനിലെ ഒരുവിധം എല്ലാവരും ഇറങ്ങി. അപ്പോൾ നമുക്ക് പതുക്കെ ബാഗൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ സമയം ഏകദേശം ഒരു 4:10 4:15 അപ്പോൾ ഇനി നേരെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ട്രെയിനിലേക്ക് കയറിയ പോലെയുള്ള അതേ അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാനും ഇപ്പോൾ ഈ 2 പേരും മാത്രമാണ് ഇപ്പോൾ ട്രെയിനിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ട്രെയിനിലേക്ക് കയറിയ പോലെ തന്നെ വലതുകാല് വെച്ചിട്ട് തന്നെ ചെന്നൈയിലേക്ക് ഇറങ്ങാം.
അപ്പോൾ അങ്ങനെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് കാണാൻ ഇന്നൊരു ഭംഗി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി ചെന്നൈയിലെ കുറേ മനോഹരമായിട്ടുള്ള വീഡിയോസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.